പല മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ മൂലവും ലൈഫിലുണ്ടായ കുറേ മാറ്റങ്ങൾ മൂലമൊക്കെ എന്താണ് ലൈഫിന് ശരിക്കുമുള്ള മീനിങ് എന്നൊക്കെ ചിന്തിച്ച് വീണ്ടും ദീനിലേക്ക് അടുക്കുമ്പോൾ പോലും എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ട് അല്ലെങ്കിൽ എനിക്ക് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ജെൻഡർ ഇക്വാളിറ്റിയെക്കുറിച്ചുള്ളതായിരുന്നു. നേരത്തെ ഇതിന് മുന്നേ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഈ നാടകവും പൊളിറ്റിക്സും അതുപോലെ ക്യാമ്പസിലെ ലിറ്ററേച്ചർ ആക്ടിവിറ്റീസൊക്കെ ആയിട്ട് നടന്നതുകൊണ്ട് തന്നെ ഒരു ഫെമിനിസ്റ്റിക് ഔട്ട്ലുക്കിലാണ് ഞാൻ വളർന്നു വന്നത്. അപ്പോൾ പെട്ടെന്ന് ദീനിലേക്ക് വരുമ്പം ഈ എൻ്റെ ഫെമിനിസ്റ്റിക് ഔട്ട്ലുക്കിലുള്ള കാര്യങ്ങൾ എന്നെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. എന്തുകൊണ്ട് പെണ്ണുങ്ങൾക്ക് ദീനിലിങ്ങനെ, എന്തുകൊണ്ട് ആൺകുട്ടികൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ ഫ്രീഡം ലഭിക്കുന്നു, എന്തുകൊണ്ട് പെൺകുട്ടികൾ ഇങ്ങനെ ഡ്രസ്സ് ചെയ്യണം എന്നൊക്കെ ദീൻ പറയുന്നു എന്നുള്ളത്. അതുപോലെ തന്നെ സൊസൈറ്റി പറഞ്ഞു വയ്ക്കുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ, പെൺകുട്ടികൾക്ക് സുഖമായി ജീവിക്കാൻ വേണ്ടത് ഇന്നതൊക്കെയാണ്, അവൾക്ക് സമൂഹത്തിൽ അന്തസ്സ് കിട്ടാൻ ഇന്ന കാര്യങ്ങളാണ് വേണ്ടത്. അതൊക്കെ ദീനിലേക്ക് വരുമ്പോൾ ജോലി ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ കാര്യങ്ങൾ, ഇതിലെല്ലാം തികച്ചും അത് സൊസൈറ്റി പറയുന്നതും തികച്ചും വ്യത്യസ്തമായ രീതിയിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് പെൺകുട്ടികൾക്ക് ഫ്രീഡം കിട്ടുക. ദീൻ റബ്ബുൽ തമ്പുരാൻ എല്ലാവരും ഒരുപോലെ കാണുന്നു, സ്നേഹിക്കുന്നു വരുമ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആൺകുട്ടികൾക്ക് വേറെ നിയമവും പെൺകുട്ടികൾക്ക് വേറെ നിയമവും എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ കൺഫ്യൂസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ എൻ്റെ ഫെലോ സിസ്റ്റേഴ്സ്, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സംശയം ഉണ്ടാകാൻ സാധ്യത ആ വിഷയത്തിലാണെന്ന് തോന്നുന്നു. എൻ്റെ തുടർന്നുള്ള വീഡിയോയിൽ ഇൻഷാല്ലാ ആ വിഷയത്തിലായിരിക്കും. ഒരു ഫെമിനിസ്റ്റ് ആയിരുന്ന ഞാൻ എങ്ങനെയാണ് പൂർണ്ണമായും ദീനിലേക്ക് അടുത്ത് ഒരു ജീവിത രീതിയിലേക്ക് കടന്നു വന്നത്, അതിൽ എൻ്റെ ഈ ഫെമിനിസ്റ്റിക് ആയ ക്വസ്റ്റ്യനുകൾ എങ്ങനെയാണ് ഉത്തരം നൽകപ്പെട്ടത്, അതുപോലെ തന്നെ ഞാൻ കണ്ടെത്തിയ ഉത്തരങ്ങളും മറുപടികളും എന്തൊക്കെയായിരുന്നു, അതെങ്ങനെ എൻ്റെ ജീവിതത്തെ മാറ്റി, ഒരു ഫെമിനിസ്റ്റ് ആയിരുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിലവിലല്ല. അപ്പോൾ ഫെമിനിസത്തിൻ്റെ എന്തൊക്കെ പൊള്ളത്തരങ്ങളാണ് ഈ വഴിയിൽ ഞാൻ തിരിച്ചറിഞ്ഞു തുടങ്ങിയ കാര്യങ്ങളാണ് ഇനി വരുന്ന വീഡിയോയിൽ. ഹോപ്പ് യു ഗൈസ് വിൽ സബ്സ്ക്രൈബ് ആൻഡ് വിൽ ഗോ അലോങ്, വി ക്യാൻ ഗോ അലോങ് ദിസ് ജേർണി ടുഗെദർ.